രണ്ടും കൂടെ വന്നേക്കണേ. ഞാൻ ഇവിടെ ഒരു പണി ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ പഠന മരത്തിലാ നീ തന്നെ കയറി കളിച്ചല്ലേ. എടി ഇവിടെ ഒരു പണി ചെയ്തോണ്ടിരിക്കണ്. പഠനകാര്യമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. രണ്ടും ഓട്. ലജ്ജേക്കാളും ചാടയാണല്ലേ. ഞങ്ങള് പോണ് പിന്നെ നിക്കണേ എന്തിനി പോ. നടക്കില്ല. ഇതിനെ വിളിച്ചോണ്ട് പോകണ്ട. അല്ലെങ്കിൽ ഇന്ന് നോക്കിയോന്ന് കുഞ്ഞമ്മേ മോള് മേടിക്കുന്നു. പഴമയുടെ കളിക്കൂട്ടുകാരും പിള്ളേരെ വരട്ടി വീണ കണ്ടല്ലോ. എന്താണ് അമ്മ? ഇതും പഴമയുടെ ഒരു ഭാഗമാണ്. നമ്മൾ ഇതേപോലെ പിള്ളേർക്ക് വേണ്ടി കളിക്കാൻ രസമുള്ള എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ കുട്ടികൾ വരും, എന്താണെന്ന് ആകാംക്ഷയോടെ ചോദിക്കും. ആ സമയം നമ്മൾ അവരെ ഓടിച്ചു വിടും. അങ്ങനെ ഓടിച്ചു വിടുമ്പോൾ അവർ പോയി പിണങ്ങിയിരിക്കും. ആ ടൈമിൽ നമ്മളിതോ ഉണ്ടാക്കിയ സാധനം അവരുടെ അടുത്തോട്ട് കൊണ്ടുപോയി കൊടുത്താൽ അപ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം വരും. അത് കാണാനാണ് രസം. നീ വേറെ ലെവൽ തന്നെ കേശു. അതെല്ലാരും പറയാറുണ്ട്. എപ്പടി? അടിപൊളിയടാ. സൂപ്പർല്ലേ? ക്രിയേറ്റിവിറ്റി അച്ഛൻ പഠിപ്പിച്ചേനെ പണ്ട്. എല്ലാം പറ്റിയാ? ഇല്ല. ഇവിടെ ഒന്നും വെക്കണ്ടേ? എവിടെ? ഊരി പോത്തൊന്നുമില്ല. ഒന്ന് ഊരി പിടിച്ചൂരി നോക്കൂ. കണ്ടാ? എന്നാലും വരൂല്ല. അത്ര സ്ട്രോങ് ആണ് സാധനം. ആരുണ്ടാക്കിയെന്ന് വിചാരിച്ചേ? നല്ല ആളാ. എന്നെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് നൈസായി മുങ്ങിയല്ലേ. ഞാൻ ഇവരെ നോക്കി വന്നതാണ്. നോക്കടേ ഉണ്ടാക്കിയെന്ന്. ഇവനുണ്ടാക്കിയതോ? കൊള്ളാലോ. കൊച്ചു പിള്ളേർക്ക് കാറും ബൈക്കും ഒന്നും മേടിച്ചു കൊടുക്കാൻ പാങ്ങില്ലാതിരുന്ന ആ പഴയ കാലത്ത് ബന്ധുമിത്രാദികളും മാമന്മാരും എല്ലാം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന ഇരുചക്ര വാഹനമാണ് ആ കൈയിരിക്കണം. ചേച്ചി സിദ്ധുളിയൻ അവിടുന്ന് ഗൾഫിൽ നയിച്ചിരുന്ന ഗൾഫ് മണി കൊണ്ട് മേടിക്കുന്ന കാറും ജീപ്പും ഒന്നും അല്ല. അതിലും വില കൂടിയ ഐറ്റമാണ് ഈ കൈയിരിക്കണം. ആത്മാവുള്ളത്. ഇങ്ങനെ നോയിക്കോ. ഇന്ന് ഞാൻ വിളി. രണ്ടിനെ വിളി മോളെ അനീതിയൊക്കെ വിളി. ഐറ്റമൊക്കെ കൊള്ളാം. പക്ഷെ നിന്റെ നാവാണ് സഹിക്കാൻ പറ്റാത്ത. ഹലോ ഷേപ്പ് ചെയ്യാടാ. ഊശ് കട്ടിയണം. കട്ടിയണം എല്ലാം കേറിപ്പോയാ. എന്താ ഇത്ര നേരായി വിളിക്കണേ? നിങ്ങളുടെ അമ്മാവ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഉന്തുവണ്ടി കൊണ്ടുപോകണം. ഓടിക്കാനെങ്കിലും സെറ്റ്. അവള് പ്രോ റൈഡർ കേട്ടോ. കൊച്ചിനെ പറ്റി വിചാരിച്ചേ നമ്മളെ വൃത്തിക്ക് ഓടി വരാ. അങ്ങനെ തന്നെ അങ്ങനെയല്ല. ബാബാ ഇങ്ങനെ കയറ്റിപ്പിടി. ശരി ഓടിയിര്. ചേച്ചി പണ്ടേ കുട്ടുമാമ എനിക്ക് ഇതേപോലെ എന്തുകൊണ്ട് ഉണ്ടാക്കി തന്നിട്ടില്ലായിരുന്ന? ഞാൻ പടാലത്ത് വെച്ച് പടാലത്ത് ഏരിയ മൊത്തം ഞാനിത് ചോദിക്കുമായിരുന്നു. ആ മൂട് കയറിയ നിക്കറിട്ടോണ്ട് ഓടിയതല്ലേ? ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട്. ഇതിവിടെ ആരും ചോദിച്ചില്ല കേട്ടാ. എന്റെ ആവശ്യല്ലേ? ഓരോന്ന് പറഞ്ഞ എല്ലാരും കൂടെ അടുക്കളയിൽ നിന്ന് മുങ്ങിയല്ലേ? ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയാ എല്ലാവരുടെയും. എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കൂടും. അവിടെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യും. പിന്നെ അവിടെ നിന്ന് മുങ്ങും. എനിക്കല്ലോ ഓടി മകളെ. ഓഫ് റോഡ് പറ്റിയ വണ്ടിയാണ്. ആണോ? കാണിച്ചേ. അമ്മൂമ്മയ്ക്കൊന്ന് കൊടുത്ത് അമ്മൂമ്മ ഓടിക്കട്ടെ. ഇത് കൊള്ളാമല്ലോ. സൂപ്പറല്ലേ അമ്മൂമ്മ? ഞാൻ ഓടിച്ചോട്ടാ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്ത് കണ്ടോ? തല്ലു പിടിക്കണ കണ്ടോ? 5-6 ഉണ്ടാക്കാനാ ഈ മുതുകാള പോലെ വളർന്നേനെ. അല്ല അമ്മൂമ്മയെ ഉദ്ദേശിച്ചില്ല ഞാൻ. ഇവരെ രണ്ടുപേരെ ഇങ്ങനെ. എടീ പണ്ടേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഇതുപോലുള്ള വണ്ടി ഉണ്ടാക്കുവന്ന്. അത് തടി കൊണ്ടാണ് ഉണ്ടാക്കി തരുന്നത്. അത് ഉരുട്ടിക്കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നടക്കുന്നത്. അതൊക്കെ ഒരു കാലം. ഇനി മാമ ഓട്ടിക്കും. ശരി ഓടിച്ചോ. സൗണ്ട് ഉണ്ടാക്കടി. ഹായ് ദേ അമ്മായിയുടെ വിക്രമന് മുത്തു വരുന്നു. വീണ്ടും തിരിച്ചു പോണെന്ന് പറയാൻ വന്നതാണോ? നമ്മളിവിടെ വാഴക്കല്ല ജംഗ്ഷൻ വരെ വന്നു ചേച്ചി. ഇവിടെ വന്നപ്പോ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു. കരകാരി വന്നില്ല? അതൊന്നും പറയണ്ട. അതിന്റെ ശരീരത്തിൽ ജോലിഭൂതം കയറിയിരിക്കുകയാണ്. എപ്പോ നോക്കിയാലും ജോലി എന്നുള്ളൊരു ഒറ്റ പെരുമാറ്റുള്ളൂ. പാവാട്ടോ. നിങ്ങൾ എന്തിനാ വാഴക്കാല വന്നേ? അത് ചോദിക്കും. ഞങ്ങളെ വാങ്ങണ പൈസക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ ഞങ്ങൾക്ക് ഒരു നേരം ഇരിക്കാൻ സമയമില്ല. പിന്നെ ഇപ്പൊ പണിയെടുക്കാതെ ഇവിടെ വന്ന് എന്തായാണ്? അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേശോ. ഒക്കെ സസ്പെൻസ് ആണ്. നമുക്ക് കാണാം. ഹായ് ഉന്തുവണ്ടി. എനിക്ക് എന്റെ കൊച്ചച്ഛൻ പണ്ട് ഉണ്ടാക്കി തന്ന അതേ ഉന്തുവണ്ടി. പാറു ഉണ്ണിക്കുട്ടിന് ഞാനത്ത് ഉരുട്ടിട്ട്. നല്ല ചേല്.
ഉണ്ണിക്കുട്ടന്റെ ഉന്ത് വണ്ടി. എടാ വണ്ടിയെ കുട്ടിയെ കൊടുക്കടാ. അത് കൊച്ചിനെ പറ ചെയ്താനേ. ഇങ്ങനെ ഒരു മരക്കൈത അങ്ങോട്ട്. പാറ ചേച്ചിക്കും കുറച്ചു നേരം കളിക്കാൻ കൊടുക്കണേ. ആര് ചേച്ചിയാ? കുഞ്ഞമ്മ. ഗൗരി അമ്മായിക്ക് ഗൗരി അമ്മായിക്ക് കളിക്കാൻ. ഞാൻ അതിനെ പിടിച്ചോണ്ട് പോടേ ഫസ്റ്റ്. എല്ലാരും കളിക്കട്ടെ മക്കളെ. സൗണ്ട് ഉണ്ടാക്കളി, എന്നാലേ ആ ഫീല് കിട്ടൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.